മക്കളെ, നമ്മൾ അടുത്തായിട്ട് ഒരു ട്രപ്പീസിയമാണ് കാണാൻ പോകുന്നത്. ഈ ട്രപ്പീസിയത്തിൻ്റെ രണ്ട് സൈഡ്സ് പാരലാണെങ്കിൽ, അതുപോലെ തന്നെ രണ്ട് സൈഡുകൾ ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. രണ്ട് സൈഡുകൾ പാരലാണ്, രണ്ട് സൈഡുകൾ ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു ആ ട്രപ്പീസിയം ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. നമുക്ക് സൈക്ലിക് ക്വാഡ്രിലാറ്ററിനെ പറ്റി അറിയാം. ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ആണ്. ഇതാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അത് നമുക്ക് അറിയാവുന്നതാണ്. നമുക്ക് നോക്കാം. ABCD ഈസ് എ ട്രപ്പീസിയം. നമുക്ക് തന്നിരിക്കുന്ന ട്രപ്പീസിയം നോക്കുക, അത് ABCD ആണ്. AB പാരലൽ ടു CD. ഈ ABയും CDയും പാരലാണ്. ഇനി നമുക്ക് പറയാം AD ഈസ് ഈക്വൽ ടു BC. ADയും BCയും തുല്യമാണ്. അതുപോലെ തന്നെ പ്രൂവ് ദാറ്റ് ABCD ഈസ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അതായത് ABCD ഒരു ലംബകമാണ്, CDക്ക് സമാന്തരമാണ് AB. ABയും CDയും പാരലാണ്. അതുപോലെ തന്നെ AD ഈസ് ഈക്വൽ ടു BC. ADയും BCയും തുല്യമാണ്. ABCD ഒരു ചക്രീയ ചതുർഭുജമാണെന്ന് തെളിയിക്കുക. ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ADയും BCയും തുല്യമാണ്. അപ്പം നമുക്ക് പറയാം AD ഈസ് ഈക്വൽ ടു BC. ഇത് നമുക്ക് അവർ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസും തുല്യമായിരിക്കും. നമുക്ക് ആംഗിൾ A ഈസ് ഈക്വൽ ടു ആംഗിൾ B. അത് നമുക്കൊരു ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ആംഗിൾ A ഈസ് ഈക്വൽ ടു ആംഗിൾ B. കാരണം ഈ സൈഡുകൾ രണ്ടും തുല്യമാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് തന്നിട്ടുണ്ട് AB പാരലൽ ടു CD. AB CDക്ക് പാരലാണ്. ബ്രാക്കറ്റിൽ നമ്മൾ ഗിവൺ എന്ന് എഴുതണം. AB പാരലൽ ടു CD. അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയണം? AB CDക്ക് സമാന്തരമാണ് എന്ന് പറയണം. അപ്പം നമുക്കറിയാം, രണ്ട് ലൈൻസ് പാരലാണെങ്കിൽ ഇതൊരു ട്രാൻസ്വേഴ്സലാണ്. നമുക്കറിയാം, രണ്ട് ലൈൻസ് പാരലാണെങ്കിൽ ആ ട്രാൻസ്വേഴ്സലിൻ്റെ ഇടയ്ക്കുള്ള ഇന്നർ ആംഗിൾസിൻ്റെ ടോട്ടൽ 180 ആണെന്ന് നമുക്കറിയാം. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം നമുക്ക് പറയാം ആംഗിൾ C പ്ലസ് ആംഗിൾ B 180 ആയിരിക്കും. ആംഗിൾ B പ്ലസ് ആംഗിൾ C ഈസ് ഈക്വൽ ടു 180. അതായത് ABയും CDയും സമാന്തരമായതുകൊണ്ട്, അല്ലെങ്കിൽ ABയും CDയും പാരലായതുകൊണ്ട് ആംഗിൾ B പ്ലസ് ആംഗിൾ C 180 ആയിരിക്കും. പക്ഷേ അതേ നോക്കിയേ, ആംഗിൾ B എന്ന് പറയുന്നത് ആംഗിൾ A തന്നെയാണ്. അപ്പം നമുക്ക് ആംഗിൾ Bക്ക് പകരം ആംഗിൾ A എഴുതാം. ആംഗിൾ A പ്ലസ് ആംഗിൾ C ഈസ് ഈക്വൽ ടു 180. അതിൻ്റെ ബ്രാക്കറ്റിൽ നമുക്ക് പറയാം ആംഗിൾ A ഈസ് ഈക്വൽ ടു ആംഗിൾ B. ഇപ്പം നമുക്ക് സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ, അല്ലെങ്കിൽ നമുക്ക് പറയാവുന്നത് എന്താ, ഒരു ചക്രീയ ചതുർഭുജത്തിൻ്റെ റൂള് ഇപ്പോൾ ഓക്കെ ആയി. കാരണം നമുക്കറിയാം ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസ്. ഇപ്പം നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസ് സപ്ലിമെൻ്ററി ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൽ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ ടോട്ടൽ 180 ആണ്. അപ്പോൾ നമുക്കിപ്പോൾ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു ആംഗിൾ A പ്ലസ് ആംഗിൾ C ഈസ് ഈക്വൽ ടു 180. Therefore ABCD ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, അല്ലെങ്കിൽ ABCD ഒരു ചക്രീയ ചതുർഭുജമാണ്. സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും മക്കൾ ഷെയർ ചെയ്യാൻ മറക്കരുത്.